വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മാതാപിതാക്കളുടെ സിബിൽ സ്കോർ മോശമാണ് എങ്കിൽ വിദ്യാഭ്യാസ വായ്പ ലഭിക്കില്ല. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ച ബാങ്കുകളുടെ നടപടി ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ്. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പയ്ക്ക് അർഹതയില്ല എന്നാണ് കോടതി പറയുന്നത്. വായ്പ നിഷേധിച്ച ബാങ്കുകളുടെ നടപടി നിയമപരമാണ് എന്നും ഹൈക്കോടതി പറയുന്നു. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, അപ്പോൾ ഈ വിദ്യാഭ്യാസ വായ്പ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു മൗലിക അവകാശമാണ് എന്ന് കരുതാൻ സാധിക്കില്ല എന്നുള്ളതാണോ കോടതിയുടെ ഉത്തരവ്? കോടതി അത്തരം കടുത്ത നിരീക്ഷണങ്ങൾ കൂടി നടത്തിയാണ് ഒരു കൂട്ടം ബിരുദ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി തള്ളിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ബിരുദ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമോ നേടുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണ് എങ്കിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാം എന്നതാണ്. അങ്ങനെയാണ് ബാങ്കുകളുടെ ആ നടപടിയാണ് ഹൈക്കോടതി ശരിവെക്കുന്നത്. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പയ്ക്ക് അർഹതയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. വായ്പ നിഷേധിച്ച ബാങ്കുകളുടെ നടപടി നിയമപരമാണ് എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ജസ്റ്റിസ് MA അബ്ദുൾ ഹക്കീം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാനമായ ഒരു വിധിന്യായം. ഒരു കൂട്ടം ബിരുദ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. വിദ്യാഭ്യാസ വായ്പ എന്നത് വിദ്യാർത്ഥിയുടെ മൗലിക അവകാശമല്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. വായ്പകളിൽ സഹ അപേക്ഷകരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യം, വിധിന്യായത്തിൽ പറയുന്ന ഒരു കാര്യം, മികച്ച ക്രെഡിറ്റ് സ്കോറുള്ള അർഹനായ മറ്റൊരു അപേക്ഷകൻ, സഹ അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോർ മികച്ചതാണ് എങ്കിൽ അങ്ങനെയുള്ള അപേക്ഷകരെ ഹാജരാക്കുകയാണെങ്കിൽ അവരുടെ ബാങ്ക് വായ്പ അപേക്ഷകൾ ബാങ്കുകൾക്ക് വീണ്ടും പരിഗണിക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ വിദ്യാഭ്യാസ വായ്പ നൽകാവുന്നതാണെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സിബിൽ സ്കോർ ആവശ്യമില്ല എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില സിംഗിൾ ബെഞ്ചിന്റെ വിധികൾ വന്നിരുന്നു. അത് പഴയ 2001 IBA സ്കീമിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. എന്നാൽ പുതിയ സ്കീമുകളിൽ വായ്പ അച്ചടക്കം ഉറപ്പാക്കുന്നതിനായി സിബിൽ ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് അനിവാര്യമായ നടപടി ആണ്. വിദ്യാഭ്യാസ വായ്പകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം നിലവിലുണ്ട്. എന്നാൽ അത് IBAയിലെ പദ്ധതിയിലെ നിബന്ധനകളെ ഇല്ലാതാക്കുന്നില്ല. ഗ്യാരണ്ടി ഫണ്ടിൽ നിന്ന് തുക ലഭിച്ചാലും കുടിശ്ശിക വരുത്തിയ വായ്പ തിരിച്ചുപിടിക്കാനുള്ള പൂർണ്ണ ബാധ്യത ബാങ്കുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സ്കോർ തൃപ്തികരമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. ശരി, ശ്യാം ദേവരാജ്.